അച്ഛനും കാവ്യാൻ്റിയും വീട്ടിലേക്ക് എത്തുകയാണ് എന്ന സന്തോഷത്തിനപ്പുറം മീനാക്ഷി കാത്തിരിക്കുന്നത് മാമാട്ടിയെയാണ്. അപ്പൂപ്പൻ്റെ മരണം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് തിരിച്ചുപോയ മാമാട്ടിയെ എല്ലാ ദിവസവും വീഡിയോ കോളിൽ വിളിക്കുകയും കാണുകയുമൊക്കെ ചെയ്യുമെങ്കിലും നേരിട്ട് കാണാനും അവളെ ഒന്ന് കൊഞ്ചിക്കാനും കളിപ്പിക്കാനും കാത്തിരിക്കുകയാണ് മീനാക്ഷി. മാത്രമല്ല, വീട്ടിലെ ടെൻഷനും ആശങ്കകളും നിറഞ്ഞ സാഹചര്യങ്ങൾക്കിടയിൽ ഒരു സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് അവൾ മീനാക്ഷിക്ക്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് വെക്കേഷന് കാത്തുനിൽക്കാതെ മാമാട്ടിയെയും കൂട്ടി അടിയന്തര സാഹചര്യത്തിൽ ദിലീപും കാവ്യയും എത്തുമ്പോൾ വീട്ടിൽ ഇരിപ്പുറയ്ക്കാത്ത അവസ്ഥയാണ് മീനാക്ഷിക്കുള്ളത്. അതാണ് പതിവ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി നേരെ താൻ എയർപോർട്ടിലേക്ക് തന്നെ വരുമെന്ന് മീനാക്ഷി അച്ഛനെ അറിയിച്ചതിന് പിന്നിലെ കാരണവും. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ തിങ്കളാഴ്ച കോടതി വിധി പറയാനിരിക്കെ ചങ്കിടിപ്പോടെയാണ് ദിലീപും വീട്ടുകാരും ഉള്ളത്. പുല്ലുപോലെ ഊരിവരാമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിലും അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം വരെയും എന്തും സംഭവിക്കാമെന്ന ചിന്ത എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശങ്കയിലും ടെൻഷനിലുമാണ് ദിലീപും പ്രിയപ്പെട്ടവരുമെല്ലാം ഉള്ളത്. ഇനി മുന്നിലുള്ള ആശങ്കയേറിയ മണിക്കൂറുകളെ മറികടക്കുവാൻ വ്രതവും അനുഷ്ഠിക്കുന്നുണ്ട് കാവ്യ. കഴിഞ്ഞ ഒരാഴ്ചയായി ദാമ്പത്യ സൗഖ്യവും കുടുംബൈശ്വര്യവും നഷ്ടപ്പെടാതിരിക്കുവാൻ ഞായറാഴ്ച മുതൽ വ്രതമെടുത്തിരിക്കുകയാണ് കാവ്യ. ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് പുലർച്ചെ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഠിന പ്രാർത്ഥനയിൽ തന്നെയാണ് കാവ്യയുള്ളത്. മത്സ്യമാംസാദികളെല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഉയർന്ന ആത്മവിശ്വാസത്തിലാണ് ദിലീപ് ഉള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ നിന്നും പുല്ലുപോലെ ഊരിവരാനുള്ളതെല്ലാം ചെയ്തിരിക്കുന്ന ദിലീപ് ശിക്ഷാമുക്തനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. അതേസമയം ഇപ്പോൾ ചെന്നൈയിലുള്ള ദിലീപ് കുടുംബസമേതം ഇന്ന് രാത്രിയോടെയാണ് കൊച്ചിയിലെത്തുക. അതിനിടെയാണ് ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച വാട്സപ്പ് മെസ്സേജ് പുറത്തു വന്നത്. ഈ സന്ദേശത്തിൽ ദിലീപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സർ ദിലീപ് ഹിയർ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒരു തെറ്റും ചെയ്യാതെ ഞാൻ കഴിഞ്ഞ 3-4 ദിവസമായി അനുഭവിക്കുകയാണ്. സാറിൻ്റെ ഒറ്റയാളുടെ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ അന്ന് ഫിലിം അസോസിയേഷൻ കാര്യത്തിൽ ഇറങ്ങിയത്. എനിക്കിപ്പോഴും സാറിലെ വിശ്വാസമുള്ളൂ. ഇതായിരുന്നു ദിലീപിൻ്റെ സന്ദേശം. പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം കൃത്യം 4-ാം ദിവസം 2017 ഫെബ്രുവരി 22-ന് രാവിലെയായിരുന്നു ദിലീപ് പിണറായി വിജയന് സ്വന്തം ഫോണിൽ നിന്നും ഈ സന്ദേശം മുഖ്യമന്ത്രിക്ക് അയച്ചത്. ചില സന്ദേശങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് അയച്ചിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ദിലീപിൻ്റെ പേരും കേസിൽ ഉയർന്നു കേട്ടത്. ജൂലൈയിലാണ് ദിലീപിനെ പോലീസ് ചോദ്യം ചെയ്തതും ജൂലൈ 10-ാം തീയതി ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും. ദിലീപിനൊപ്പം നാദിർഷയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ദിലീപിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച വേളയിൽ നടൻ സിദ്ദിഖ് പോലീസ് സ്റ്റേഷനിലെത്തിയതും അന്ന് വാർത്തയായി മാറിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.